നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ ആകെ നമ്മൾ എൽ ക്ലാസിക്കോയുടെ ആരവത്തിലും ആവേശത്തിലുമായിരുന്നല്ലോ. അതോടൊപ്പം തന്നെ FA കപ്പിൻ്റെ 3-ാം റൗണ്ട് മത്സരങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ ആഴ്സണൽ അവരുടെ വിജയക്കുതിപ്പ് തുടരുകയാണ്. ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ വക ഹാട്രിക്ക്. യുണൈറ്റഡ് അമോറിമിനെ പുറത്താക്കിയിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അവർ തോറ്റ് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇന്നലെ 4-1 പോർട്സ്മൗത്തിനെ ആഴ്സണൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോണർ ബ്രാഡ്ലിയെ ഗ്രൗണ്ടിൽ നിന്ന് പരിക്കേറ്റ് വീണ് കിടക്കുമ്പോൾ തള്ളി പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾക്ക് വിധേയനായ ആളാണ് ഗബ്രിയൽ മാർട്ടിനെല്ലി. കോണർ ബ്രാഡ്ലിക്ക് വളരെ സീരിയസ് ഇഞ്ചുറിയാണ്. ഈ സീസണിൽ ഇനി കളിക്കാൻ പറ്റില്ല എന്ന് ലിവർപൂൾ ഇന്നലെ കൺഫേം ചെയ്ത ദിവസമാണ്. ഇന്നലെ തന്നെ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഹാട്രിക്കാണ് പോർട്സ്മൗത്തിനെ തകർത്ത് തരിപ്പണമാക്കാൻ ആഴ്സണലിനെ സഹായിച്ചത്. കളിയുടെ 3-ാമത്തെ മിനിറ്റിൽ ഞെട്ടിച്ചു ആഴ്സണലിനെ പോർട്സ്മൗത്ത് എന്ന് പറയണം. ബിഷപ്പിലൂടെ അവർ ലീഡ് എടുത്തതാണ്. എന്നാൽ 8-ാമത്തെ മിനിറ്റിൽ അവരുടെ ഓൺ ഗോൾ തന്നെ, ഡോസലിൻ്റെ ഓൺ ഗോൾ ആഴ്സണലിനൊപ്പം വരച്ചു. പിന്നീടാണ് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോൾ താണ്ഡവം നടക്കുന്നത്. 25-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ, 51-ാമത്തെ മിനിറ്റിൽ 2-ാമത്തെ ഗോൾ, 72-ാമത്തെ മിനിറ്റിൽ 3-ാമത്തെ ഗോൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഗബ്രിയൽ മാർട്ടിനെല്ലി തൻ്റെ കരിയറിലെ ആദ്യ ഹാട്രിക്കാണ് നേടിയിരിക്കുന്നത് എന്നത് മാത്രമല്ല, അദ്ദേഹം 2 ഹെഡർ ഗോളുകൾ ആഴ്സണലിനായിട്ട് നേടുന്നതും ആദ്യമായിട്ടാണ്. ഏതായാലും 4-1 തകർപ്പൻ വിജയം അവർ സ്വന്തമാക്കിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കഥ എന്താ? യുണൈറ്റഡ് ഇതാ വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. ബ്രൈറ്റനോട് 1-2 പരാജയപ്പെട്ടിരിക്കുന്നു. കളിയിൽ ഗ്രൂഡ 12-ാമത്തെ മിനിറ്റിൽ ബ്രൈറ്റനെ മുന്നിലെത്തിച്ചു. വാൽബക്ക് 64-ാമത്തെ മിനിറ്റിൽ 2-ാമത്തെ ഗോളും കണ്ടെത്തി. 85-ാമത്തെ മിനിറ്റിൽ സെസ്കോ ഒരു ഗോളും അടക്കിയെങ്കിലും യുണൈറ്റഡിനെ തിരിച്ചു വരാനായില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.